പാൽ, ഈസ്റ്റ്, മൈദമാവ് കൂട്ടിക്കുഴക്കുക. ഇത് ചിക്കൻ പൊരിക്കുക. ഉള്ളി ബരീക്ക് കട്ട് ചെയ്യുക, പൊരിക്കുക. ഓക്കെ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് പോലെ അരക്കുക. അതിൽ ചേർക്കുക, മിക്സ് ചെയ്യുക. ഓക്കെ. മസാല ഓൾറെഡി നല്ല ലെവലിലൊക്കെ വന്നിട്ടുണ്ട്. മഞ്ഞപ്പൊടി, എന്നിട്ട് രണ്ടാമതെന്ന അല്ല മഞ്ഞപ്പൊടി ഇട്ടുള്ളൂ. അല്ല, കുരുമുളക് പൊടി, ഗരം മസാല, എഴുതി കാണിക്കാം. ഗരം മസാല, പൊരിച്ച് വെച്ച ചിക്കൻ ക്രഷ് ചെയ്തത്. യാമോനെ ഇരിക്കട്ടെ. വരൂ 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 വരൂ. മല്ലിച്ചപ്പ്. ഇത് കുറച്ച് മൈദ കലക്കി വെക്കുക, കുറച്ച് ഉപ്പിട്ടിട്ട് കറക്കി വെക്കുക. ഇത് ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചതാണ്. ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ച് വെക്കുക. നേരത്തെ മാവ് നമ്മൾ ആക്കി വെച്ച മാവ്. ഇതാ കുറച്ച് വണ്ണമുള്ള മാവ് തന്നെ. ഇതാ നല്ല കുറച്ച് തടി ഇങ്ങനെ പരത്തുക. ഇതെൻ്റെ തടി ഏകദേശം 2 mm 3 mm തടി ഇങ്ങനെ പരത്തുക. എന്നിട്ട് ഏതെങ്കിലും ഒരു മൂടി എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ നാക്കുമ്പോൾ ഇതങ്ങനെ മുറിഞ്ഞു. നമ്മൾ മുറിക്കുമ്പോൾ എപ്പോഴും കുറച്ചും കൂടി അമർത്തിയിട്ട് മുറിക്കണം. ഇതിപ്പോൾ ശരിക്കും കിട്ടിയിട്ടുണ്ടാവും. ഇതണ്ട ശരിക്കും കിട്ടി. ഇതിങ്ങനെ കിട്ടി. ഇതിൽ വെച്ച് 2 സൈഡ് നല്ല 2 സൈഡിൽ ഇപ്പോൾ ബ്രെഡ് പൊടി ഇതാക്കി വെച്ച് കൊടുക്കുക. ഗായ്സ് നേരെ അടുപ്പിൽ വാട്ടേ ഫാന്റാസ്റ്റിക്. അവിടെ നമുക്ക് പൊരിഞ്ഞട്ടെ. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത് ബീറ്റാ ഫില്ലാണ്. പിന്നെ പറയാം, പിന്നെ റെക്കോർഡ് ചെയ്യുമ്പോൾ പറയാം. ഓക്കെ, റെക്കോർഡ് ചെയ്യുമ്പോൾ പറയാം. എൻ്റെ ഒന്നിച്ച് പറയണ്ടേ. മയോണീസ് ഗൈസ്. മസാല ആക്കി വെച്ച മസാല. ഇത് ഫില്ല് ചെയ്യാൻ പോയാണ്. ഇത് ചെറുങ്ങനെ ഓട്ടയാക്കുക. ഐ മീൻ, എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ മസാല മെല്ലനെ കയറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല്, എന്നിട്ട് നമ്മൾ മയോണീസ് ഇങ്ങനെ തന്നെ വിതറി കൊടുക്കുക. മയോണീസ് ഇടുക. എന്നിട്ട് നമ്മളെ കെച്ചപ്പ് അങ്ങ് ഒഴിച്ചെടുക്കുക. ഇതാണ് മൊത്തം ആക്കിയതിന് ശേഷമുള്ള ചിത്രം. ഇതിന്റെ പേരാണ് ബീറ്റാ ഫിൽ. നമ്മുടെ ബീറ്റാ ഫിൽ. ഓക്കെ.